ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചോറിനൊപ്പമൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല സ്പൈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം അതിനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ ചെറിയ ജീരകം, ഇത് മൂന്നും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും അതിലേക്ക് 2 ചുമന്ന മുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. കറിവേപ്പില ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും അതിലേക്കൊരു 200 ഗ്രാം ചുമന്നുള്ളി തൊലിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ കട്ട് ചെയ്യരുത്, മുഴുവനോടെ വേണം ഇട്ട് കൊടുക്കാൻ. ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കണം. എന്നിട്ട് ഒരു സ്പൂണിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുത്തി നോക്കുമ്പോഴത്തേക്കും അതിങ്ങനെ ലെയറായിട്ട് വിട്ട് വരണം. ആ ഒരു ഭാഗം ആവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സായിട്ട് അതിൻ്റെ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരണം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ കായപ്പൊടിയും സാമ്പാർ പൊടിയുടെയൊക്കെ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. എന്നിട്ടിതിലേക്ക് ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ കുറച്ച് പുളി എടുത്തിട്ട് അതൊന്ന് പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് 2 കപ്പ് നോർമൽ വാട്ടറും കൂടി ഇട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഈ ഒരു കറി വെക്കുമ്പോഴത്തേക്കും ആദ്യം കുറച്ച് വാട്ടറി ആയിട്ട് തന്നെ വെക്കണം. എന്നിട്ട് നമ്മളത് നല്ലതുപോലെ വറ്റിച്ച് വേണം എടുക്കാൻ. എങ്കിലേ ശരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ 2 മുതൽ 2.5 കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 2 മിനിറ്റും കൂടി ഒന്ന് ഇട്ടേക്കാം. അപ്പോൾ അതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് നല്ലതുപോലെ തിക്കായിട്ട് നല്ലൊരു ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി ചോറിനൊപ്പം കഴിക്കാനൊക്കെ. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.